നെഞ്ചോട് ചേർക്കുന്ന ദർബാരി കാനഡയിൽ ആ സ്വരം പുറത്തേക്കൊഴുകുമ്പോൾ ആസ്വാദകരിൽ വിവിധ വികാരങ്ങൾ മിന്നിമറിയുകയാണ്. ഞാൻ ഈ യമൻ രാഗത്തിലുള്ള ഹരിതരി ശനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാപ്പാക്ക് ദർബാരി രാഗത്തിലുള്ള പിയാബിന എന്നുള്ള ഒരു ചീസ് ഇങ്ങനെ വാപ്പാനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ ഹരിതരി ശനിക്ക് യമൻ രാഗത്തിലുള്ള ഈ ചീസ് കഴിഞ്ഞിട്ട് പാനെ പഠിപ്പിക്കുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ പാനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ രാഗം, ഈ ദർബാരി കാനഡ ഞാൻ പഠിക്കുന്നത്. എനിക്കിപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചാൽ ഏത് രാഗമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ മിക്കവതും എല്ലാ രാഗവും ഇഷ്ടമാണ്. എന്നാലും എന്തോ ദർബാരി കാനഡയോട് പ്രത്യേക ഒരു മമതയാണ്. സരി മപദ മപദ നിപ മപസ നിപ മപഗ മരെ നിരനിരസ പിയ ബിന മോഹേ കചുന സുഹാവേ. ഈ രംഗത്ത് സ്വന്തമായ ശൈലി നിലനിർത്തിക്കൊണ്ട് പ്രണയവും വിരഹവും ഘനീഭവിച്ച ഈ സ്വരം സദസ്സുകളിൽ ഗസൽ മഴ പെയ്യിക്കുമ്പോൾ സംഗീതത്തിന്റെ സാർവലൗകികമായ ശക്തിയാണ് അനുഭവിച്ചറിയുന്നത്. ഈ രാഗത്തിൽ ഇപ്പോൾ ഞാൻ ഒരു റാഫി സാഹിബിൻ്റെ ഒരു ഗസലൊക്കെ പാടാറുണ്ട്. അത് എൻ്റേതായ ഒരു സ്റ്റൈലിൽ. ആരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ ഇപ്പോഴുള്ള എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഗസൽ പാടുന്നത് വളരെ പോപ്പുലറായ ഗസൽസ് എടുത്തിട്ടാണ് അവരൊക്കെ പാടാറ്. പക്ഷേ എനിക്കെന്തോ ആരും പാടാത്ത കുറച്ച് കഠിനമായിട്ടുള്ള ഗസൽസ് പാടാനും അത് അവർ പാടുന്ന പോലെ പാടാതെ എൻ്റെയും കൂടെ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് പാടാമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ വഴി സംഗീതത്തിൻ്റെതാണെന്ന് മനസ്സിൽ കുറിച്ചുവെച്ച ഈ കലാകാരി സംഗീതം ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ തന്നെ തേടിയെത്തിയ ആദ്യത്തെ അംഗീകാരത്തെപ്പറ്റി ഓർക്കുകയാണ്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് മലപ്പുറം സെൻറ്റ് ജമാസ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാപ്പിള ഗാനതിലകം എന്നുള്ള ഒരു പട്ടം കിട്ടുന്നത്. എൻ്റെ വീട്ടിലുള്ള ആദ്യത്തെ ട്രോഫി എന്ന് പറയാം. അതായത് ടാഗോർ സെൻറ്ററി ഹാളിൽ നിന്ന് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ തരുന്ന ഒരു തിലകമായിരുന്നു അത്. അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിലെയും ആദ്യത്തെ ഒരു ബഹുമതി എന്ന് പറയുന്നത്. സംഗീത ജീവിതത്തിലെ ആദ്യ ഗുരുവായ പിതാവിനെ കൂടാതെ ഹിന്ദുസ്ഥാനി രംഗത്ത് എ വിൻസെന്റ് മാസ്റ്റർ, ശരത് ചന്ദ്ര മറാഠെ, നളിൻ മുഖർജി, ഉമ്മർ മാസ്റ്റർ, ഫയാസ് ഖാൻ എന്നിവരോടൊപ്പം ഇന്നും തന്നെ സംഗീതം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് റഫീഖ് ഖാൻ. ഗുരുക്കന്മാരുടെ നിരയിലേക്ക് ദക്ഷിണേന്ത്യയുടെ തനതു സംഗീതമായ കർണാടക സംഗീതത്തിൽ തനിക്ക് ബാലപാഠങ്ങൾ പകർന്നു തന്ന KG മാരാർ എന്ന പ്രശസ്ത സംഗീതജ്ഞനും നിസ അസീസിയുടെ സംഗീത ജീവിതത്തിൽ വരുത്തിയ സ്വാധീനം വളരെ വലുതാണ്. എനിക്ക് സംഗീതം പഠിക്കാനായിട്ട് പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ ചേർന്നു. അവിടെ കർണാട്ടിക്സ് മ്യൂസിക്കാണ്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക് എനിക്ക് അറിയില്ല. അതിനു വേണ്ടി അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലേ അവിടെ പഠിക്കാൻ ഒക്കൂ. അതിനു വേണ്ടി തന്നെ
കെ ജി എ ആർ ആർട്ടിസ്റ്റ് കെ ജി മാരാർ സാറിൻ്റെ കീഴിൽ കുറച്ച് കാലം കർണാട്ടിക് മ്യൂസിക് അഭ്യസിക്കുകയും സാറ് തന്നെ എന്നെ